السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد, ഏറ്റവും പ്രിയം നിറഞ്ഞ സഹപാഠി സുഹൃത്തുക്കളെ, മറ്റുള്ള എല്ലാ ആളുകളിൽ നിന്നും നമ്മളെ വ്യത്യസ്തനാക്കുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ആദർശമാണ്. ആ ആദർശത്തിന് നമ്മൾ ഓരോരുത്തരും പിൻപറ്റുന്നതും നമ്മൾ അതിന് ഇത്തിബാ ചെയ്യുന്നത് ഖുർആനും സുന്നത്തുമാണ്. നമ്മളുടെ ഇന്നത്തെ ചർച്ച ഇവിടെയല്ലേ ഈ മുനാദറയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രവാചക സുന്നത്തിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ ആ സുന്നത്തിനെ മാറ്റിക്കൊണ്ട് പല ബിദ്അത്തുകളും നമ്മളെ സമൂഹത്തിൽ വരുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്നാൽ സുന്നത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഭാഷാപരമായി അതിൻ്റെ അർത്ഥം പാത, മാർഗം, അങ്ങനെ അതിൻ്റെ ഭാഷാപരമായ ഒരുപാട് അർത്ഥങ്ങൾ കാണാം. എന്നാൽ അതിൻ്റെ ഇസ്തിലാഹി പരമായ അർത്ഥത്തിന് സ്വഹീഹുൽ ബുഖാരിയുടെ ശറഹ് എഴുതിയ ഹാഫിൽ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ല, അദ്ദേഹം സുന്നത്തിന്റെ നിർവചനമായി കൊണ്ട് പറയുന്നത് അസുന്നതു മാ ജാഅ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഖ്വാലിഹി വ അഫ്ആലിഹി വ തഖരീരിഹി വമാ ഹമ്മ ബിഫിഅലിഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളും തൻ്റെ സ്വഹാബത്തിനോട് പറഞ്ഞ വാക്കുകളും പ്രവാചകൻ നൽകിയ മൗനാനുവാദങ്ങളും അതുപോലെ പ്രവാചകൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളുമാണ് സുന്നത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തെന്ന് പണ്ഡിത ലോകം കണക്കാക്കപ്പെടുന്നത്. എന്നാൽ നമ്മൾ ഓരോരുത്തരും ആ സുന്നത്തിനെ നമ്മൾ എന്താണ്, ആ സുന്നത്ത് നമ്മളിലേക്ക് വരുമ്പോൾ, ആ സുന്നത്തിനെ നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്താണ് അതിനെ ചെയ്യേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിൽ ഏറ്റവും നല്ലൊരു ഉത്തമമായ മാതൃക എല്ലാ ആളുകൾക്കും ഉണ്ടെന്ന് ഖുർആനിലൂടെ പറയുന്നുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. പ്രവാചകനിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉത്തമമായ മാതൃക ആ പ്രവാചകനിലുണ്ട്. ആ പ്രവാചകന്റെ സുന്നത്ത് നമുക്ക് ഓരോ ആളുകൾക്കും ലഭിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ എല്ലാ ആളുകളെയും വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു അതീഉല്ലാഹ വ അതീഉർ റസൂൽ. അള്ളാഹുവിന്റെ പ്രവാചകനെ പിൻപറ്റിക്കൊണ്ട് ആ ഇത്താഅത്തിലൂടെയാണ് നമ്മൾ ആ സുന്നത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. ആ ഇത്താഅത്ത് എങ്ങനെയായിരിക്കണമെന്ന് തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സൂറത്തിലൂടെ പറയുന്നുണ്ട്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു. അള്ളാഹുവിന്റെ പ്രവാചകൻ നിങ്ങളോട് എന്ത് ചെയ്യാനാണോ കൽപ്പിച്ചത് അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു. എന്താണോ നിങ്ങളോട് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് വിലക്കിയത് അതാണ് ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കേണ്ടതും. അതാണ് നമ്മൾ സുന്നത്തിനോട് ചെയ്യേണ്ടത്. സുന്നത്ത് നമ്മളിലേക്ക് എത്തുമ്പോൾ അതിലെ നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പുലർത്തിക്കൊണ്ടും നമ്മളൊരു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇത് ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ആ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടും ഇത് ചെയ്യരുത്, ഇത് എന്നിൽ പെട്ടതല്ല, ഇത് മാറ്റി നിർത്തണമെന്ന് പറയുമ്പോൾ അതിനെ മാറ്റി നിർത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ ആ സുന്നത്തിനെ ഇത്തിബാ ചെയ്യേണ്ടത്. അങ്ങനെ ഇത്തിബാ ചെയ്താൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ അതാഅനി അതാ അല്ലാഹ്. ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി എന്നെ അനുസരിക്കുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിനെ അനുസരിച്ചവനെ പോലെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും അള്ളാഹിന്റെ ഇഷ്ടം നേടാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇഷ്ടപ്പെടണമെന്നുള്ള ആ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ദുനിയാവിലെ എല്ലാ കർമ്മങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ എല്ലാ ത്യാഗങ്ങളും, പ്രത്യേകിച്ച് ഈ റമദാനിലെ എല്ലാ ദിനരാത്രങ്ങളിലും നമ്മൾ നിർവഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹിന്റെ തൃപ്തി നേടാനാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്രവാചകനെ ഇത്തിബാ ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖലയായാലും ഏത് സന്ദർഭമാണെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സുന്നത്ത് മുറുകെ പിടിക്കാൻ, അതിന്റെ വക്താക്കളാവാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ന് സമൂഹത്തിൽ പലപ്പോഴും ആ സുന്നത്തിനെ വളച്ചൊടിച്ചുകൊണ്ട് അതിനോടൊരു പുലബന്ധം പോലും ഇല്ലാത്ത രീതിയിൽ പല സുന്നത്തിനെ എതിർക്കുന്ന പല ബിദ്അത്തുകളും ഇന്ന് സമൂഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത്, ആ ഹജ്ജത്തുൽ വിദാഇന്റെ
വേളയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് നിങ്ങളുടെ മതം ഇതാ പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ ദീൻ പൂർത്തിയാക്കിയിട്ടും പല ബിദ്അത്തും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെതിരെ ചെറുത്ത് നിൽക്കേണ്ട, അതിനെതിരെ ശബ്ദമുയർത്തേണ്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അതുപോലെ തന്നെ പ്രവാചകന്റെ വളരെ ശ്രദ്ധേയമായ ഒരു വാക്കുണ്ട്, നിങ്ങളെ നരകത്തിൽ നിന്ന് അകറ്റുന്ന, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യം പോലും ഞാൻ പറയാതെ വിട്ടുപോയിട്ടില്ല. പിന്നെ മതത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും സുന്നത്തിനെ പല ആളുകളും വളച്ചൊടിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ അവിടെ ശബ്ദമുയർത്താത്തതിന്റെ, നമ്മളെതിരെ സംസാരിക്കാത്തതിന്റെ ഒരു കുറവ് അവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സുന്നത്തിനെതിരായി കൊണ്ടുവരുന്ന ബിദ്അത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇയ്യാക്കും വൽ മുഹ്ദസാത്തുൽ ഉമൂർ, നിങ്ങൾ പുതുതായി മതത്തിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണമെന്നുള്ളതാണ്. കാരണം കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, പുതുതായി കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളും പുത്തനാചാരങ്ങളാണ്. ആ പുത്തനാചാരങ്ങൾ എല്ലാം വഴികേടിലും, ആ വഴികേടുകൾ അവസാനം നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് അത് നരകത്തിലേക്കുമാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന വലിയൊരു ഉപദേശമുണ്ട്, ഇയ്യാ കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും അത് വഴികേടിലാണ്. വ ഇൻ റആഹന്നാസു ഹസന, അതിനെ ജനങ്ങൾ എത്രത്തോളം നല്ലതാണ് കണ്ടാലും ആളുകൾ ആഘോഷിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനത് സുന്നത്തായിക്കൊണ്ട് അതെനിക്ക് പിൻപറ്റാം എന്നുള്ളതല്ല. പ്രവാചകന്റെ സുന്നത്തിൽ ഇല്ലാത്തതാണെങ്കിൽ അത് ബിദ്അത്താണ്. അത് എത്ര തന്നെ ആളുകൾ നന്മയെ കണ്ടാലും അതിനെ അംഗീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇമാം മാലിക് റഹിമഹുല്ല ബിദ്അത്ത് കൊണ്ടുവരുന്നവനെ കുറിച്ച് ഇമാം മാലിക് റഹിമഹുല്ല പറയുന്ന ഒരു വാക്കുണ്ട്, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അത്തൻ, ഒരു മനുഷ്യൻ ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു ബിദ്അത്തിനെ കൊണ്ടുവരികയാണ്, അതിനെ പ്രവർത്തിക്കുകയാണെങ്കിൽ, ഫറആഹ ഹസനതൻ, അതിനെ നന്മയായി കണ്ടുകൊണ്ട് ആ ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ, അവൻ വാദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഫഖദ് സഅമ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഖാന റിസാലതഹു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ 23 വർഷക്കാലം കൊണ്ട് നടത്തിയ പ്രബോധനം അത് പൂർത്തിയായിട്ടില്ല എന്നാണ് അവന്റെ വാദം. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ആ രീതിയിലേക്ക് പോകരുത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നുണ്ട്, എനിക്ക് ശേഷമുള്ള ഒരു കാലഘട്ടം വരാനുണ്ട്, ആ കാലഘട്ടത്തിൽ ഫസയുറാ ഇഖ്തിലാഫൻ കസീറ, നിങ്ങൾക്ക് ഒരുപാട് വിയോജിപ്പുകളും ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, പ്രവാചകന്റെ സുന്നത്ത് നമ്മുടെ മുൻപിലുണ്ട്. പ്രവാചകൻ പറഞ്ഞത് ഫതമസ്സകൂ, നിങ്ങൾ അതിനെ മുറുകെ പിടിക്കുക എന്നതാണ് നിങ്ങളോട് പറയാനുള്ളതും. പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ബിദ്അത്തിനെതിരെ പോരാടാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. സത്യമായി മനസ്സിലാക്കി ബിദ്അത്തിനെ ചെറുത്ത് നിൽക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നാഥൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.